ഓക്കെ. തിരുവനന്തപുരത്തും സ്ഥിതി വളരെ ഒന്നും വ്യത്യസ്തമായിരിക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മത്സരം BJPയും LDFും തമ്മിലാണ്. ശബരിനാഥൻ എന്ന് പറഞ്ഞ പാവപ്പെട്ട ചെറുപ്പക്കാരനെ വെറുതെ ഒരു വേഷം കെട്ടിച്ച് അവിടെ മത്സരിപ്പിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം ഒരു വെറുതെ കോർപ്പറേഷൻ കൗൺസിലറായിട്ട് ഈ ഒറ്റമരത്തിൽ കുരങ്ങൻ എന്ന് പറഞ്ഞ പോലെ ഇരിക്കേണ്ടവരും. കഴിഞ്ഞ തവണ 10 സീറ്റാണ് കിട്ടിയത്, ഇത്തവണ 15 സീറ്റ് കിട്ടുകയാണെങ്കിൽ വലിയ ഭാഗ്യം എന്നാണ് എനിക്ക് വളരെ അടുപ്പവും സ്നേഹവും ഉള്ളൊരു കോൺഗ്രസ്സുകാരൻ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയ ഒരു ഫീഡ്ബാക്ക്. അവരുടെ തന്നെ ഒരു പ്രതീക്ഷ 15-ലാണ് അല്ലേ? 15-ലാണ്. 15 സീറ്റുകൾ കിട്ടിയാൽ വലിയ ഭാഗ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തിരുവനന്തപുരത്ത് വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കട്ടെ. തിരുവനന്തപുരം കൊല്ലം ഏതാണ്ട് പോയി കഴിക്കും എന്ന് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മുരളീധരൻ ഒരു ചെറിയ നേതാവൊന്നുമില്ല. കോൺഗ്രസിൽ ഇന്നിപ്പോൾ കുറച്ച് 10 വോട്ട് സ്വന്തമായിട്ട് പിടിക്കാൻ കഴിവുള്ള അപൂർവ നേതാക്കളിൽ ഒരാളാണ്. അതുപോലെ ശബരിനാഥനും മോശപ്പെട്ട ആളൊന്നുമല്ല. ഒരു മേയർ സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി കണ്ടെത്തി അയാളെ പേര് പ്രപ്പോസ് ചെയ്ത് ഇലക്ഷൻ നടത്തും. അത് നല്ല ആവേശകരമായ റിസൾട്ട് ഉണ്ടാക്കുന്നുള്ള ശരിയാണ്. അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഞാൻ ഏതായിരുന്നാലും എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതേക്കുറിച്ച് എനിക്ക് അത്രയും പറയാൻ പറ്റൂ. ഇതിന് തയ്യാറെടുക്കാനും ഇപ്പൊ ഏൽക്കാൻ പോകുന്ന ആഘാതത്തിൽ നിന്ന് തിരിച്ചു കയറാനും സമയമില്ല. അതെ. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ റിസൾട്ട് തന്നെയാണ് നിയമസഭയിൽ കാണുക. അതൊരു ഫോർഗോൺ കൺക്ലൂഷനാണ്. അതാണ് ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ ശരിക്കുള്ള പ്രാധാന്യം. ലോക്കൽ ബോഡിയിലേക്കുള്ള ഇലക്ഷൻ അല്ല നടക്കുന്നത്. നമ്മൾ ഈ ലോക്കൽ ബോഡിയിലെ വോട്ടിംഗ് യന്ത്രത്തിൽ വിരലമർത്തുമ്പോൾ തെളിയുന്നത് എവിടെയാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ റിസൾട്ടിലാണ്. ഈ ആളുകളെ പറ്റിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ പാരമ്യമാണ്. ഇതിനെയാണ് തള്ള് എന്ന് പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടോ? അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പഴയ പോലെ ബാധിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല അസംബ്ലി, പാർലമെന്റ് മുതലായ ഇലക്ഷനൊക്കെ ഇതുപോലുള്ള പരിപാടികൾ കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ആളുകൾ തമ്മിൽ അറിയുന്നവരാണല്ലോ. നമ്മൾ അറിയാത്തവരൊന്നുമല്ലോ. നമ്മുടെ കിഴക്കേ വീട്ടിൽ അല്ലെങ്കിൽ പടിഞ്ഞാറേ വീട്ടിൽ അല്ലെങ്കിൽ 3 വീട് അപ്പുറത്തുള്ള ഒരാളാണുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതുകൊണ്ട് സിദ്ധാന്തമൊന്നും വലിയ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. 100% ഞാൻ യോജിക്കുന്നു. അത്ര ഇവിടെ പറഞ്ഞുള്ളൂ. അതിച്ചിരി കൂടുതലല്ലേ? കിഫ്ബ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ആശാന്മാരാണ് CPM-കാർ. അവരുടെ ക്യാമ്പയിനിങ് മറ്റു പാർട്ടികൾ കണ്ടുപിടിക്കണം. നമുക്ക് CPM-നോട് പല കാര്യത്തിലും വിയോജിപ്പുണ്ട്, എതിരഭിപ്രായം ഉണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് എങ്ങനെ സംഘടിപ്പിക്കാം, എങ്ങനെ വോട്ടർമാരെ ബൂത്തിലെത്തിക്കാം, എങ്ങനെ സ്വന്തം വോട്ടും അത് കഴിഞ്ഞ് കള്ളവോട്ടും ചെയ്യാം. ഞാനവരെ മോശപ്പെടുത്തി പറഞ്ഞല്ല, അത്രയും ജാഗ്രതയുള്ളൊരു പാർട്ടിയാണ്. അല്ലെങ്കിൽ എതിർ പാർട്ടിയിൽപ്പെട്ട ഒരാൾ താൽക്കാലികമായിട്ട് വീട് വിട്ട് എവിടെയെങ്കിലും പോയി വിചാരിച്ചു, അങ്ങനെയാണെങ്കിൽ അയാളുടെ പേരെ എങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളിൽ വളരെ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളാണ് ഈ CPM-കാർ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. VD സതീശനാണ് നേരിട്ടിറങ്ങിയിരിക്കുന്നത്. അതെ, VD സതീശന്റെ സ്ഥലമാണെന്നുള്ളതിൽ ഉപരിയായിട്ട് പരമ്പരാഗതമായിട്ട് ഒരു കോൺഗ്രസ് കോട്ടയാണ്. കേരളത്തിൽ കോൺഗ്രസ് ഇപ്പോഴും ഫലപ്രദമായിട്ട് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അത് എറണാകുളം ജില്ലയാണ്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത്. തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണം ഒരു ഘടകമാണ്. UDF-ന്റെ പണമില്ല, കോൺഗ്രസ്സുകാരുടെ 5 പൈസയില്ല, വിഷം പഠിക്കാൻ കാശില്ലാതിരിക്കുകയാണ്. അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. പാലാ മെത്രാന്റെ പ്രസിദ്ധമായ കുറവലങ്ങാട് പ്രസംഗം ഓർമ്മയില്ലേ? ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ്. അദ്ദേഹം ഒരു തവണ പറഞ്ഞുള്ളൂ, പക്ഷെ ഒരു തവണ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ പറയരുത്. എല്ലാവരും കാണരുത്. എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ.